ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടിട്ട് പോവാം. അങ്ങനെ വി എവിടെയാണോ ഉള്ളത് അവർ പ്രിൻസിപ്പളിനോട് പോയി ചോദിച്ചു. അതിനെ കൊണ്ട് വി സാർ കോളേജിൽ അറിയും. അങ്ങനെ കോളേജിൽ വന്ന് വി വി ആ കോളേജ് വന്ന് നോക്കി. വി പഠിക്കുന്ന കോളേജ് വന്ന് നോക്കുമ്പോൾ അവിടെ വി ഉണ്ടായിരുന്നു. വീന്നോട് വന്ന് പറയാൻ തുടങ്ങി. വീന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വി വന്ന് സംസാരിക്കാൻ ഇപ്പോൾ വാർത്ത എല്ലാവരും ഗ്രൗണ്ടിൽ എല്ലാവരും സംസാരിക്കാം. വീനോട് അങ്കിൾ ആൻറ്റി പറയാൻ തുടങ്ങി. നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? അതെന്തിനാണ് നിങ്ങൾക്ക് ഉള്ളത്? എനിക്ക് സ്വത്തും പണം വേണമെന്ന് നിങ്ങൾ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. വി പറഞ്ഞു, സ്വത്ത് സൈൻ ഇടണോ? വി പറയാൻ തുടങ്ങി. ഇപ്പം എന്താ ചെയ്യുക ഒന്നും അറിയില്ലല്ലോ. വി വന്നായിരുന്നു. വി ഇപ്പോൾ എന്താ ചെയ്യാൻ അറിയില്ലായിരുന്നു വിക്ക്. വി ഇവിടെ സംസാരിക്കാനാണ് ബോഡി ഗാർഡ് വന്നു. ബോസ് എന്ത് പറ്റി? അങ്ങനെ കേട്ടോ ഒരു ഷോക്കായിട്ട് നോക്കാം അങ്കിൾ ആൻറ്റി. ബോസ് മാം വിളിക്കുകയാണോ? ശരി ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ട് അവൾ ബോഡി ഗാർഡ് ഇരുന്നായിരുന്നു. നിങ്ങൾ ഇവിടുന്ന് മാറിക്കോ. അങ്ങനെ വീണ്ടും എടുത്തുകൊണ്ട് പോയി. അവർ കണ്ട് ഷോക്കായി. ബോസാ ഇവനാരാ? അങ്ങനെ അങ്കിൾ ആൻറ്റി അവർ ഫോളോ ചെയ്യാൻ തുടങ്ങി. കോളേജ് മാമിനോട് സംസാരിച്ചു. കോളേജിൽ പോയി ഒരു പാഠമെല്ലാം കഴിഞ്ഞു. അങ്ങനെ അങ്കിൾ ആൻറ്റി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. ലാസ്റ്റ് ബേർഡ് ആയിരുന്നു. അതും കഴിഞ്ഞ് കാറ് വന്നു, വലിയ കാറ്. അതിൽ കയറിയിട്ട് പോയി. ഇത് കണ്ട് അങ്കിൾ ആൻറ്റിക്ക് ഷോക്കായി. ഇത് ഇത്ര വലിയ കാറാ? ആരായി ഇവിടെ നോക്കുക? വീനെ ഫോളോ ചെയ്ത് വന്നു. വലിയ ബംഗ്ലാവ് കണ്ടു. ഇത് അങ്കിൾ ആൻറ്റിക്ക് ഷോക്കായി പോയി. അങ്കിൾ ആൻറ്റിക്കും ഷോക്കായി പോയി. ഇതാരാ? ആരാ ഇത്? അങ്ങനെ അങ്കിൾ അകത്ത് കാറ് പോയി. അകത്ത് പോകാൻ നോക്കി അവരുടെ സെക്യൂരിറ്റി വീട്ടിലായിരുന്നു. അങ്ങനെ കൊണ്ട് ഇവർക്ക് കൺഫ്യൂസ് ആയിരുന്നു എന്താ ചെയ്യുന്നത്. അങ്ങനെ അങ്കിൾ ആൻറ്റിക്ക് അർജൻറ്റായി കോൾ വന്നു. അങ്ങനെ അവരുടെ നാട്ടിലൊക്കെ അവർ പോയി. വി കുറച്ച് സ്കൂൾ ലീവ് 1 month സ്കൂൾ ലീവ് കിട്ടി. അങ്ങനെ ഇന്ത്യയൊക്കെ പോയി. അങ്ങനെ ഇന്ത്യയൊക്കെ പോയി. ഇന്ത്യ ടെറിസ് മാരേജ് നടന്നു. ഇതേ സാരി കല്യാണം നടന്നു. പിന്നെ കല്യാണത്തിൽ അങ്ങനെ കല്യാണം നടന്നു. വി പറഞ്ഞു, നിങ്ങൾക്ക് കോളേജ് പഠിക്കാൻ ആഗ്രഹമുണ്ടല്ലേ? ഡോക്യുമെൻറ്റ് ഇതിൽ സൈൻ ഇട്ടോ. വി നോക്കി ഷോക്കായി പോയി. എന്ത് ആക്ടറാ? വി നിങ്ങൾക്ക് ആക്ടിങ് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിനക്ക് ഓൾറെഡി മാരേജ് ആയത് കാര്യം ഇപ്പോൾ പറയുന്നൊന്നുമില്ല. നീ ഇപ്പോൾ ഒരു ആക്ടറാകാൻ പോവാം. വീനോട് പറഞ്ഞു. എന്താ? വി എനിക്ക് നീ ഒരു ആക്ടറാകാൻ പോവാം. വി ഹാപ്പിയായി. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞു. വി അങ്ങനെ ആക്ടിങ് സ്കിൽസ് പഠിക്കാൻ തുടങ്ങി. ഇപ്പം ആക്ടിങ് ക്ലാസ് പഠിക്കാൻ തുടങ്ങി. അതെല്ലാവർക്കും അറിയാം മാഫി ക്വീൻ. അങ്ങനെ വിക്കും അവൾ മാരേജ് ആയി. ഡയറക്ടർ എടുത്തായിരുന്നു. ഇത് നിങ്ങൾക്കറിയാം. ഒരു പേടിയായിരുന്നു. അങ്ങനെ ഇങ്ങനെ കുറച്ച് ആളുകളുടെ മൂവിയിൽ ഭയങ്കര ഫേമസ് ആയി തുടങ്ങി. അങ്കിൾ ആൻറ്റിക്ക് അവിടെ കുറച്ച് ടെൻഷൻ ആയിരുന്നു. അങ്ങനെ ഒരു 3 months കഴിഞ്ഞ് അവിടേക്ക് വന്ന് നോക്കും. വീനോട് സൈൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വി പറഞ്ഞു. അങ്ങനെ വീന് വന്ന് നോക്കുമ്പോൾ കോളേജിൽ ഭയങ്കര ഫേമസ് ആണ്. അവിടെ വന്ന് നോക്കുമ്പോൾ സിറ്റിയിലല്ല വീൻ്റെ ഫോട്ടോസ് ഇതിലുണ്ട്. ഇവന് ഭയങ്കര ആക്ടറായി. അങ്ങനെ വീനെ കോളേജിൽ കണ്ടു സംസാരിക്കാൻ തുടങ്ങി. മോനെ എന്നെ ക്ഷമിക്കണം അങ്കിൾ ആൻറ്റിക്ക്. അങ്ങനെ ആ പെണ്ണ് വന്നായിരുന്നു. പെണ്ണുക്ക് അറിയായിരുന്നു. പെണ്ണ് വന്നായിരുന്നു. പെണ്ണ് നോക്കുമ്പോൾ പെണ്ണുക്ക് ഷോക്കായിരുന്നു. ഇവനൊരു ആക്ടറായി മാറിയല്ലോ. അമ്മ ഫോട്ടോസെല്ലാം കണ്ട് ഷോക്കായി. അമ്മ ഇവനെ വീണ്ടും വീഡിയോത്തിൽ നോക്കുമ്പോൾ അടച്ചു നോക്കുമ്പോൾ ആ പെൺകുട്ടി വന്ന് നോക്കുമ്പോൾ ആ പെണ്ണ് ലണ്ടനിൽ പഠിക്കായിരുന്നു. ലണ്ടനിൽ വന്നു. ആ പെണ്ണ് ഒരു ആക്ടറായത് കാര്യം ഇവിടെ അടിച്ചു നോക്കുമ്പോൾ ഒരു വലിയ ആക്ടറായി മാറിയത് ആ പെൺക്കും അറിഞ്ഞു. മോം ഇവനൊരു ആക്ടറായി മാറി. അത് കേട്ടോ. എന്താടേ നീ ഇവിടേക്ക് വരുന്നതെന്ന് അറിഞ്ഞാലോ? എന്താ ഇതാണോ കാര്യം? അതാ മോം ഇവനൊരു ആക്ടറായി പോയി. ഞാനിവനെ കല്യാണം കഴിച്ചോളാം എന്നാ പെണ്ണ് പറഞ്ഞു. ഇത് കേട്ട് അമ്മ ഇവിടെ വന്നായിരുന്നു. കുട്ടി അവരുടെ മകൾ ഇവിടേക്ക് വരുന്നതെന്ന് അറിഞ്ഞാൽ ഇവിടേക്ക് വരാൻ പറഞ്ഞു. ഇതൊക്കെ നീ ഇവിടേക്ക് വരാൻ പറഞ്ഞു. വീൻ്റെ കൂടെ സംസാരിക്കാൻ തുടങ്ങി. വി കണ്ടു കാതെ പോകാൻ തുടങ്ങി. മാസ്ക് ഇട്ട് ഇതേ മതി ലുക്കിൽ വി പോകാൻ തുടങ്ങി. അവർ കണ്ടു കാതെ പോയി. ആൻറ്റി അതൊന്നുമില്ല കേട്ടൊന്നും. അങ്ങനെ വി മുറിക്കാൻ തുടങ്ങി. ഇപ്പോൾ ചൈൽഡീസ് ഒന്നും കാണില്ല. ഈ ചൈൽഡീസാണ് എല്ലാവരുടെ ഒരു വെറുപ്പ് മാറി ചെയ്യാൻ തുടങ്ങി. വി കോൾഡായി മാറി. അങ്ങനെ ആയിട്ട് കുറച്ച് വി എന്ത് ചെയ്തു പറഞ്ഞു. അങ്ങനെ വീനോട് പറഞ്ഞു ആ പെണ്ണ് ഞാൻ മാരേജ് കഴിക്കാം. വി പറഞ്ഞു സോറി എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ വി അവിടുന്ന് മുറിച്ചിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഇപ്പം വി വന്ന് ഹക്ക് ചെയ്ത് എന്താ വി? ഒന്നുമില്ല.
അവർ വന്നിരുന്നു. വിഷമിക്കണ്ട വി, അങ്ങനെ ഒന്നുമില്ല. വീഞ്ഞോട് സമാധാനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു വി തേർഡ് ഇയർക്ക് എത്തി. വി 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 വന്നിരുന്നു. അങ്ങനെ കുറച്ച് ബേബീസ് പറയാൻ തുടങ്ങി. ബേബീസ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വി പറയും. വിക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ വി പറഞ്ഞു. അങ്ങനെ 2 പേർ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. വീക്ക് ഒന്നും അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ഹീറോയിൻ പറഞ്ഞു കൊടുത്തതുകൊണ്ട് അങ്ങനെ 2 പേർ ചെയ്യാൻ തുടങ്ങി. ഡേറ്റ്സ് ഇങ്ങനെ പോകാൻ തുടങ്ങി. ഭയങ്കര ഫേമസ് ആക്ടറായി മാറി. അവർക്ക് ആൻറ്റിക്ക് എങ്ങനെ ഇവന് വഹിക്കാനൊന്നും അറിയില്ല. അവർക്ക് ഓൾറെഡി മാരേജും കാരണം വീക്ക് ആയത് അറിയില്ലായിരുന്നു. അങ്ങനെ വീക്കും എല്ലാം ഫൈറ്റിങ് കരാട്ടെ മൊത്തം ഡിക്കേഴ്സ് അതെ വിയൊക്കെ എല്ലാം ട്രെയിനിങ് എടുത്തു. അതുമാത്രമല്ല സീക്രട്ട് മാഫിയ കിങ് ആണ് വി. അതുകൊണ്ട് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ വി കുറച്ച് ഫേമസ്. കുറച്ച് ഡേയ്സ് കഴിഞ്ഞു വിക്ക് ഒരു ബോയ് ബേബി ജനിച്ചു. അങ്കിൾ ആൻറ്റിക്ക് ഒന്നും നടക്കുന്നത്. അങ്കിൾ ആൻറ്റിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അങ്കിൾ ആൻറ്റി വന്ന് അവർക്ക് മിരട്ടി വിടായിരുന്നു. അങ്കിൾ ആൻറ്റീന് കുറച്ച് കഷ്ടമായിരുന്നു. ഇപ്പോൾ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ബേബി തുള്ളായി. അങ്ങനെ ഇപ്പോൾ വന്നു. ഇപ്പോൾ എല്ലാം സോൾ കഴിഞ്ഞു. അങ്ങനെ കൊണ്ട് വന്ന് ചോദിക്കുമ്പോൾ വീക്കോടെ മാരേജ് കഴിഞ്ഞു വി പറഞ്ഞു. ആ വീനോട് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ ബീച്ചിനോട് ഇരുന്ന് സംസാരിക്കും. ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ആൻറ്റി വന്ന് നിങ്ങൾക്ക് സംസാരിക്കാനാണ്. വി പറഞ്ഞു, സോറി ആൻറ്റി, എനിക്ക് ഓൾഡ് മാരേജ് കഴിഞ്ഞു. അങ്ങനെ ഒരു ഗേൾ വന്ന് ബേബീനെ അടുത്ത് വന്ന് വീനെ വെച്ചു. ഇത് ഷോക്കായി. എന്താ ഈ ഗേൾ ആരാ? അങ്ങനെ വി തിരിഞ്ഞു നോക്കി. ഈ ഗേൾ ആരാ? എൻ്റെ വൈഫാണ് വി പറഞ്ഞു. അങ്ങനെ വീനോട് ഇവൾ കാണാൻ ഭംഗിയില്ല. എൻ്റെ മോള് കല്യാണം കഴിച്ചാൽ നല്ലതെന്ന് വി മുറിക്കാൻ തുടങ്ങി. എന്താ കല്യാണം കഴിക്കുന്നതാ? ഇനി ഇവർക്കൊന്നും അറിയില്ല. അങ്ങനെ വി അങ്ങനെ ഹലോ ഓക്കെ വി അത് എന്നാ ബേബി എടുത്തോ ജാക്ക്? യെസ് ബോസ്. മാമിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. മൈക്കിൾ മാമിനെ സൂക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോയി. വി ജാക്ക് ഞാൻ പറഞ്ഞ മതി. ഞാൻ കണ്ണ് കാട്ടി വി അവരെ ബോധം കെട്ടിയവരെ കൊണ്ടുവന്നു. എന്താ ആൻറ്റി നിരത്ത് പോയി. അങ്ങനെ വി ടെററായി മുറിക്കാൻ തുടങ്ങി. ഇത് കണ്ട് അങ്കിൾ എനിക്ക് ഭയങ്കര പേടിയാൻ തുടങ്ങി. എന്താ ആൻറ്റി, ഞാൻ പഴയ വി അല്ല